بسم الله الرحمن الرحيم وتطلب نفس له طاعة ويبلغ سعد إلى منتهى. السلام عليكم. كيف الحال؟ സുഖമല്ലേ? പിന്നെ എല്ലാ മക്കളും വർക്ക് ബുക്ക് കയ്യിലെടുത്ത് വെച്ചില്ലേ? ഇനി വർക്ക് ബുക്കിലുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ പാഠഭാഗത്ത് ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടല്ലേ? ചിത്രങ്ങൾക്ക് നേരെ അവകളുടെ പേരുമില്ലേ? ഞാനിവിടെ ശ്രദ്ധിക്ക്, അവകളുടെ പേരുമില്ലേ? പേരിന്റെ അക്ഷരങ്ങൾ പൂർണ്ണമായിട്ട് അതിലുണ്ടോ? ഇല്ല. കേൾക്കുന്നില്ല? പൂർണ്ണമായിട്ട് അതിലില്ല. അപ്പോ അതിന്റെ മുകളിലെ ഭാഗത്ത് ആ വിട്ടുപോയ അക്ഷരങ്ങൾ ഉണ്ടല്ലേ? അത് നമുക്ക് ഏതാണ്ട് കണ്ടുപിടിച്ചിട്ട് എഴുതണം. അപ്പൊ നിങ്ങളെ ബോർഡിലേക്കൊന്ന് ശ്രദ്ധിക്ക്. നിങ്ങളെ വർക്ക് ബുക്കിലുള്ള, ശ്രദ്ധിക്ക മക്കളെ, വർക്ക് ബുക്കിലുള്ള ആദ്യത്തെ ചിത്രം ഏതാണ്? വർക്ക് ബുക്കിൽ നോക്കിയിട്ട് പറയും. ആദ്യത്തെ ചിത്രം ലഭിനു. ആദ്യത്തെ ചിത്രം ഏതാണ്? നിങ്ങളെ വർക്ക് ബുക്കിൽ ഇതേപോലെ മുകളിൽ കോളമുണ്ട്. ആ വർക്ക് ബുക്കില് ആദ്യത്തെ അക്ഷരം ഏതാവണ്ടേ? ഹാ. എല്ലാരും ഹാ നോക്കിയിട്ട് എല്ലാരും എഴുതിയാട്ടെ. സയ്യിദ് മുതൽ ഹാ എന്ന് പറയുന്ന അക്ഷരം ഞാൻ തെറ്റിയാലും മാർക്ക് തരൂല. ഇപ്പൊ നിങ്ങളെ സ്വന്തം എഴുതാൻ വേണ്ടേ? ഹാ എന്ന അക്ഷരം നിങ്ങളെ നോക്കിയിട്ട് ഇത് നോക്കില്ല. ഇവിടെ നോക്കിയിട്ട് ഏതാണ് ആദ്യം വേണ്ടത് അക്ഷരം, അത് നോക്കിയത്. സ്വന്തം കണ്ടുപിടിക്കണം. സ്വന്തം കണ്ടുപിടിച്ചിട്ട് എഴുതുക. എന്നിട്ട് അതിനാ മാർക്ക് തരിക. ഇവന്റെ നോക്കിയിട്ട് നീ എഴുതരുത്. കാരണം എല്ലാവരും അക്ഷരം പഠിച്ചിട്ടില്ലേ? വലിയ ഉത്സാഹം തിരുത്തിത്തരും. ഇപ്പൊ നിങ്ങളെ പരീക്ഷ നടത്തുന്നതാണ് കേട്ടാ. അതുകൊണ്ടാണ് റബ്ബർ പിന്നെ കടലാസ് പെൻസിൽ കൊണ്ട് എഴുതണമെന്ന് പറഞ്ഞത്. വലിയ തെറ്റുണ്ടെങ്കിൽ വായിക്കേണ്ടി വരും. എല്ലാവരും ഞാൻ പരീക്ഷ നടത്തിയിട്ട് വലിയ തെറ്റുണ്ടെങ്കിൽ തിരുത്തി വായിക്കേണ്ടി വരും. ഇപ്പൊ അതെല്ലാരും എഴുതുക. രണ്ടാമത്തത് ചിത്രം എന്താ? സൂര്യയുടെ ചിത്രമല്ലേ? സൂര്യക്ക് എന്താ പറയാ? അപ്പൊ അവിടെ ഈ കണ്ടെത്തി എഴുതണം. ഈ എഴുതണം. ഈ എന്ന് പറയുന്ന അക്ഷരം ആ കോളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതുക. ഈ ബാറുവിൻ. ഈ ബാറുവിൻ ഈ കണ്ടെത്തിയിട്ട് എഴുതുക. അപ്പൊ മക്കളെ, പിന്നെ കിതാബിലുള്ളത്, വർക്ക് ബുക്കിലുള്ളത് രണ്ടാമത്തെ ലബിനുൻ. രണ്ടാമത്തെ ചിത്രം ലബിനൻ ചിത്രം കണ്ട? ലബിനൻ ചിത്രം അറിയില്ലേ? ഇത് വർക്ക് ബുക്കിൽ നോക്ക്. ഇനി ഇവിടെ വായിക്കണ്ട. ആ ലബിൻ എന്ന് പറയുന്ന ചിത്രം കണ്ട? അതിന് നേരെ വേണ്ട അക്ഷരം ഏതാണ്? അത് കണ്ടുപിടിച്ചെഴുതുക. കണ്ടുപിടിച്ചെഴുതുക. ലബീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കോളത്തിലുണ്ട്. ആ ലാ എഴുതുക. അറിയുന്ന കുട്ടികൾ ലാ എഴുതുക. പരീക്ഷ കൂടിയാണ് ഇത് കേട്ടാ. പരീക്ഷ കൂടിയാണ്. അവിടെ ലാ കണ്ടുപിടിച്ചിട്ട് ലബീൻ എന്ന് പറയുന്നതിന്റെ ചിത്രത്തിന് നേരെ എഴുതുക. ചിത്രം ഏതാ? ഈ പദം കഴിഞ്ഞിട്ട് അടുത്ത ചിത്രം ഏതാ? ബാബുന്ന വേണ്ടേ? ഇവിടെ ബാബുന്ന ഇല്ലേ? അപ്പൊ ഇതിന് വേണ്ട ആ ബാനെ പത്തേനെ നീട്ടാൻ വേണ്ട
അക്ഷരം നോക്കിയിട്ട് എഴുതുക. ബാബുൻ. ഇവിടെ എല്ലാം വിട്ട അക്ഷരങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ നോക്കിയിട്ട് ഇവിടെ വേണ്ട ഇവിടെ എഴുതുക. ഇവിടെ വേണ്ട അക്ഷരം ഇവിടെ നോക്കുക. ഇത് ബാന്ന് നീട്ടണം. നീട്ടാൻ എന്താ ഉപയോഗിക്കേണ്ടത്? ഫതേനെ നീട്ടാൻ എന്താ ഉപയോഗിക്കണ്ടേ? അടുത്ത നിങ്ങളെ ചിത്രം ഏതാ? പിന്നെ വർക്ക് ബുക്ക് നോക്ക്. കൗസിനല്ലേ? ആ, കൗസിന് വേണ്ട അക്ഷരം ഏതാ? പറഞ്ഞാ മതി. കൗസ് എന്ന് പറയുന്ന ആദ്യത്തെ അക്ഷരം, കൗസ് എന്ന് പറയുമ്പോ ആദ്യ അക്ഷരം സായ. പറയാട് കാ നോക്കിട്ടേത്. കാ എവിടെ? കാ നോക്കിട്ടേത്. കാ എഴുതുക. കാ. അപ്പൊ കൗസിന് എഴുതി. ഇനി അഞ്ചാമത്തത് ചിത്രം ഏതാ? ദൽവുൻ അല്ലേ? ബക്കറ്റ്. അതിന് വേണ്ട ആദ്യ അക്ഷരം ഏതാ? പറയൂ. ദാ. ആ, ദാ. ദാ നിങ്ങൾക്ക് ഓർമ്മ വേണേ. ഇൻഷാ അല്ലാഹ് വലിയ മാർക്കിട്ടിട്ട് ശരി പറഞ്ഞ ദാ അവിടെ എഴുതുക. മക്കളെ, എന്താ ചിത്രത്തിന്റെ പേര്? അടുത്ത ചിത്രം ബക്കറ്റ. കൂവെന്നല്ലേ? അപ്പൊ കൂഞ്ഞയും ബുന്റെ അടയും അത് അക്ഷരം വിട്ടിട്ടുണ്ട്. കൂന്ന് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാ? ഏതാണ് കൂന്ന് നീട്ടാൻ, നെമ്മിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം? വാവ്. വാവ് കണ്ടുപിടിച്ച് എഴുതുക. വാവ് നിങ്ങൾ കണ്ടുപിടിക്കാം. ഇത് എഴുതുക കേട്ടാ. ഓക്കെ. സല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ വഅലാ ആലിഹി വസഹ്ബിഹി